വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് ഗോൺ വിത്ത് എ സ്കൂട്ടർ എന്ന പാഠത്തിൻ്റെ എക്സർസൈസ് 16-ാമത്തെ പേജ് മുതൽ തുടങ്ങുന്നത്. നമുക്ക് നോക്കാം. ലെറ്റ് us learn. മാച്ച് ദ ഫോളോവിങ് ആണ്. വേർഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ മീനിങ്ങും തന്നിട്ടുണ്ട്. ഓരോ വേർഡും തന്നിട്ടുണ്ട്, അവയുടെ അർത്ഥവും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ശരിയായ അർത്ഥത്തിലേക്ക് വരച്ച് ചേർക്കാൻ നമുക്ക് വേണ്ടിയത്. ഡ്രിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പന്ത് സാവധാനം ഇങ്ങനെ തട്ടി കൊണ്ടുപോകുന്നതിനാണ് ഡ്രിബിൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? മൂവിങ് ദ ബോൾ വിത്ത് സ്മോൾ ടാപ്സ് വൈൽ പ്ലേയിങ് ഹോക്കി കളിക്കുമ്പോൾ കമ്പുകൊണ്ട് ഹോക്കി സ്റ്റിക്ക് കൊണ്ട് ആ ബോളിനെ സാവധാനം തട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഡ്രിബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വരയ്ക്കേണ്ടത് ഡ്രിബിൾ മൂവിങ് എ ബോൾ വിത്ത് സ്മോൾ ടാപ്സ് വൈൽ പ്ലേയിങ് ഹോക്കി. അതുമായിട്ട് വരച്ച് ചേർക്കണം. ഒരു വര വരച്ചാൽ മതി, പെൻസിൽ കൊണ്ട് വരച്ചാൽ മതി. ബോസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറയുക എന്നർത്ഥം. എന്താ ബോസ്റ്റ്? പൊങ്ങച്ചം പറയുക. ടു സ്പീക്ക് ടു പ്രൗഡ്ലി, വളരെ പ്രൗഡായിട്ട് പറയുന്നതന്നെ പൊങ്ങച്ചം പറയുന്നത് അല്ലേ. ദെൻ റസിൽ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ക്രാക്ലിംഗ് സൗണ്ടാണ്. അപ്പം നിങ്ങൾ പെൻസിൽ കൊണ്ട് റസിൽ എന്നെഴുതിക്കുന്നിടത്തുനിന്ന് സോഫ്റ്റ് ക്രാക്കിംഗ് സൗണ്ട് എന്ന് എഴുതിയ ഭാഗത്തേക്ക് ഒരു വര വരച്ച് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. റസിൽ എ സോഫ്റ്റ് ക്രാക്ലിംഗ് സൗണ്ട്. അടുത്തത് ഗ്രാബ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പറിക്കലാണ്, പെട്ടെന്ന്. എന്താ ഗ്രാബ്? പെട്ടെന്ന് തട്ടിപ്പറിക്കുക. ടേക്ക് സംതിങ് വിത്ത് എ സഡൻ മൂവ്മെൻ്റ് ആണ് ഗ്രാബ് കേട്ടോ. അപ്പോൾ ഗ്രാബ് എന്ന് എഴുതിയിരിക്കുന്നിടത്തേക്ക് ടേക്ക് സംതിങ് വിത്ത് എ സഡൻ മൊമെൻ്റ് എന്നുള്ളതിൻ്റെ അടുത്തേക്ക് പെൻസിൽ കൊണ്ട് വരച്ച് ചേർക്കണം. അങ്ങനെ എല്ലാ വേർഡും അതിൻ്റെ മീനിങ്ങുമായിട്ട് പെൻസിൽ കൊണ്ട് വരച്ച് ചേർത്താൽ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് പഠിക്കാൻ എളുപ്പമായിരിക്കും. വരച്ചാൽ മാത്രം പോരാ, പഠിക്കണം കേട്ടോ. അടുത്തത് കുറച്ച് വേർഡ്സ് ഉണ്ട്, അത് നമ്മൾ ചേരുമ്പടി ചേർത്ത് എഴുതണം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സാണ് കേട്ടോ. കംപ്ലീറ്റ് ദ ഫോളോവിങ് സ്റ്റോറി യൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബോക്സ്. ആ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ചേർത്തെഴുതി അത് ഫിൽ ചെയ്യണം. ആദ്യത്തെ വാക്ക് സെൻസ് എന്നാണ്. സെൻസ് മീൻസ് അതിനുശേഷം, അതുകൊണ്ട്, തന്നിമിത്തം എന്നീ അർത്ഥങ്ങളൊക്കെയാണ് സെൻസ് എന്ന വാക്കിനുള്ളത്. അടുത്ത വാക്ക് ഹവവർ. അടുത്ത വാക്ക് എന്താണ്? ഹവവർ. ഹവവറിൻ്റെ അർത്ഥം എന്താ? എങ്കിലും, എങ്ങനെയായാലും, എന്നു വരികിലും എന്നൊക്കെയാണ് ഹവവറിൻ്റെ അർത്ഥം. എന്താ ഹവവറിൻ്റെ അർത്ഥം? എങ്കിലും, എങ്ങനെയായാലും, എന്നു വരികിലും എന്നൊക്കെയാണ്. ഓർത്തിരിക്കണം അതെ. അടുത്ത വാക്ക് ബിക്കോസ്. എന്താ ഈ ബിക്കോസ് എന്ന് പറഞ്ഞാൽ? ബിക്കോസ് എന്ന് പറഞ്ഞാൽ എന്താ? ബിക്കോസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, ആകയാൽ, എന്തുകൊണ്ടെന്നാൽ എന്നൊക്കെയാണ് ബിക്കോസിൻ്റെ അർത്ഥം കേട്ടോ. അത് കഴിഞ്ഞത് പറഞ്ഞിരിക്കുന്നത് വെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ, എന്ന്, ഏത് സമയത്ത്, ആ സമയത്ത് എന്നൊക്കെ സന്ദർഭം അനുസരിച്ച് നമുക്ക് അതിൻ്റെ അർത്ഥമുണ്ട്. അപ്പം നമുക്ക് ഇനി അതൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം അല്ലേ. ഗോപി കംപ്ലീറ്റഡ് ഹിസ് വർക്ക് സിൻസ് ഹി വാണ്ടഡ് ടു ഗോ ഔട്ട്സൈഡ് ആൻഡ് പ്ലേ. അതാ ഗോപി കംപ്ലീറ്റഡ് ഹിസ് വർക്ക് സിൻസ് ഹി വാണ്ടഡ് ടു ഗോ ഔട്ട്സൈഡ് ആൻഡ് പ്ലേ. ഗോപി തൻ്റെ ജോലി പൂർത്തിയാക്കിയത് എന്തുകൊണ്ടാണ്? കാരണം അവന് പുറത്തു പോയി കളിക്കണമായിരുന്നു. അടുത്തത് ഹവവർ വെൻ ഹി റീച്ച് ദ പ്ലേ ഗ്രൗണ്ട് നോബഡി വാസ് ദെയർ. എന്തായാലും അവൻ അവിടെ ചെന്നപ്പോഴേ അവൻ്റെ സുഹൃത്തുക്കൾ ആരുമില്ലായിരുന്നു. ഹവവർ വെൻ ഹി റീച്ച് ദ പ്ലേ ഗ്രൗണ്ട് നോബഡി വാസ് ദെയർ. അവിടെ ചെന്നപ്പോൾ കളിക്കളത്തിൽ ആരുമില്ലായിരുന്നു. ഡാഷ് ഹിസ് ഫ്രണ്ട്സ് വെർ ടു ജോയിൻ ഹിം. വെൻ ഹിസ് ഫ്രണ്ട്സ് വെർ ടു ജോയിൻ ഹിം. അവിടെ ചേർക്കേണ്ട വെൻ എന്നാണ്. വെൻ ഹിസ് ഫ്രണ്ട്സ് വെർ ടു ജോയിൻ ഹിം. തൻ്റെ സുഹൃത്തുക്കളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. വെൻ ഹിസ് ഫ്രണ്ട്സ് വെർ ടു ജോയിൻ ഹിം ഹി ഡിസൈഡഡ് ടു ടേക്ക് എ വാക്ക്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഹി ഡിസൈഡഡ് ടു ടേക്ക് എ വാക്ക്. ഒന്ന് നടക്കാൻ തീരുമാനിച്ചു. ഡിസൈഡഡ് മീൻസ് തീരുമാനിച്ചു. ആഫ്റ്റർ 15 minutes, ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 5 of them came. 5 പേരും വന്നു. ആൻഡ് എവരിവൺ സ്റ്റാർട്ടഡ് ടു ഡിസ്കസ് ദ ഗെയിംസ്. എല്ലാവരും കളികളെപ്പറ്റി ചർച്ച ചെയ്തു. ഡിസ്കസ് മീൻസ് ചർച്ച ചെയ്തു. ദേ ഡിസൈഡഡ് ടു പ്ലേ ഹോപ്പ് സ്കോച്ച്. അവർ ഹോപ്പ് സ്കോച്ച് കളിക്കുവാൻ തീരുമാനിച്ചു. കാരണം എന്താണ്? ബിക്കോസ്
they got to know that Ramani would not be joining them. രമണി തങ്ങളോട് കൂടെ ഇല്ല, അതുകൊണ്ടാണ്. ഷീ വുഡ് നോട്ട് ബി ജോയിനിങ് ദം, അതുകൊണ്ട് അവർ ഹോപ്സ്കോച്ച് കളിക്കുവാൻ തീരുമാനിച്ചു. ബിക്കോസ് മീൻസ് എന്നത്തെ അർത്ഥം പറഞ്ഞല്ലോ, അത് കാരണം, അതുകൊണ്ട് എന്നൊക്കെയാണ്. അടുത്തത് റീഡ് ദ ഫോളോവിങ് സെൻറ്റൻസ്. ഇത് താഴെ പറയുന്ന സെൻറ്റൻസൊക്കെ വായിക്കണേ. ഗോപി യൂഷ്വലി പ്ലേസ് ഹോക്കി അറ്റ് സ്കൂൾ. ഗോപി യൂഷ്വലി പ്ലേസ് ഹോക്കി അറ്റ് സ്കൂൾ. സാധാരണയായിട്ട്, യൂഷ്വലി മീൻസ് സാധാരണ. ഗോപി യൂഷ്വലി പ്ലേസ് ഹോക്കി അറ്റ് സ്കൂൾ. സ്കൂളിൽ അവൻ സാധാരണയായിട്ട് ഹോക്കിയാണ് കളിക്കുന്നത് കേട്ടോ. ബട്ട് ടുഡേ ഹീ ഈസ് സ്റ്റഡിയിങ് ഫോർ ഹിസ് ടെസ്റ്റ്. പക്ഷേ ഇന്നവൻ, ബട്ട് ടുഡേ മീൻസ് ഇന്ന്, ഹീ ഈസ് സ്റ്റഡിയിങ് ഫോർ ഹിസ് ടെസ്റ്റ്. അവനവൻ്റെ ടെസ്റ്റിന് വേണ്ടി പഠിക്കുകയാണ്. അപ്പോൾ അറിയേണ്ട അർത്ഥം യൂഷ്വലി സാധാരണയായിട്ട്, ടുഡേ ഇന്ന്. ദ അഡ്വർബ് യൂഷ്വലി ടെൽസ് അബൌട്ട് വാട്ട് ദ ആക്ഷൻ ഹാപ്പൻസ് മെനി ടൈംസ്. ദിസ് സെൻറ്റൻസ് tells us that the action of playing hockey happens most of the time. ഈ സെൻറ്റൻസ് പറയുന്നത് എന്താണ്? ഹോക്കി കളിക്കുക എന്നുള്ള കാര്യം, പ്ലേയിങ് ഹോക്കി, ഹാപ്പൻസ് മോസ്റ്റ് ഓഫ് ദ ടൈം, മിക്കവാറും നടക്കുന്നു. അതാ ദ അഡ്വർബ് ടുഡേ ടെൽസ് us the time of the actions. അഡ്വർബാണല്ലോ. ഇറ്റ് ടെൽസ് us the adverb today. ടുഡേ എന്ന് പറയുന്നത് ഒരു അഡ്വർബാണ്, ഒരു ക്രിയാവിശേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടെൽസ് us the time of the action. ആക്ഷൻ സ്റ്റഡിയിങ് ആണ്, അതിൻ്റെ സമയത്തെ കാണിക്കുന്നു ടുഡേ എന്നുള്ളത്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആൻ അഡ്വർബ്. ഇവിടെ രണ്ട് അഡ്വർബ് ഉണ്ട്, ഒന്ന് യൂഷ്വലി, മറ്റൊന്ന് ടുഡേ. മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഇനിയും നമുക്ക് 18ാമത്തെ പേജിലേക്ക് പോകാം. എന്താണ് 18ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത്? നൗ എൻസർക്കിൾ ദ അഡ്വർബ്സ് ഇൻ ദ ഫോളോവിങ് സെൻറ്റൻസസ്. ഈ പറയുന്ന സെൻറ്റൻസിലെ ക്രിയാവിശേഷണമൊന്ന് റൗണ്ട് ചെയ്യണം. അഡ്വർബ് മീൻസ് ക്രിയാവിശേഷണം, ക്രിയയെ വിശേഷിപ്പിക്കുന്നത്. ഹൗ മെനി ടൈംസ് ദ ആക്ഷൻ ഹാപ്പൻഡ്. ടൈം ഓഫ് ആക്ഷൻ. ഗോപി ഇമ്മീഡിയറ്റ്ലി ഗോട്ട് അപ്പ് ആൻഡ് റാൻ ഇൻ ടു ദി ഗാർഡൻ. ഹി ഇമ്മീഡിയറ്റ്ലി ഗോട്ട് അപ്പ് ആൻഡ് റാൻ ഇൻ ടു ദ ഗാർഡൻ. ക്രിയാവിശേഷണം അവിടെ ഇമ്മീഡിയറ്റ്ലി എന്നാണ്. ഹി ഇമ്മീഡിയറ്റ്ലി ഗോട്ട് അപ്പ് ആൻഡ് റാൻ ഇൻ ടു ദി ഗാർഡൻ. അപ്പോഴേ ഇമ്മീഡിയറ്റ്ലി എന്നുള്ളത് ആ ബ്ലാങ്ക് കോളത്തിൽ എഴുതണം കേട്ടോ. അടുത്തത് ശ്യാമ ഓഫൺ റൈറ്റ്സ് ഇൻ ഹർ ഡയറി. ശ്യാമ ഓഫൺ റൈറ്റ്സ് ഇൻ ഹർ ഡയറി. ഓഫൺ ആണ് അവിടുത്തെ ക്രിയാവിശേഷണം. ശ്യാമ മിക്കവാറും ഡയറി എഴുതുന്നവളാണ്. അവിടെ മിക്കവാറും എന്നുള്ളതാണ് ഓഫൺ മീൻസ് മിക്കവാറും ഡയറി എഴുതും. അപ്പോൾ ഓഫൺ ആണ് ഇവിടുത്തെ അഡ്വർബ്. അപ്പോൾ ഓഫൺ എന്നുള്ളത് ഇപ്പുറത്ത് എഴുതണം കേട്ടോ ആ കോളത്തിൽ. നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. All his friends regularly gathered to play hockey. All his friends regularly gathered. അപ്പോൾ റെഗുലർലി ആണ് ഇവിടുത്തെ അഡ്വർബ്. തൻ്റെ എല്ലാ കൂട്ടുകാരും റെഗുലറായിട്ട് കൂടുമായിരുന്നു, ക്രമമായിട്ട് കൃത്യമായിട്ട് കൂടുമായിരുന്നു. ടു പ്ലേ ഹോക്കി, അവരൊന്നിച്ച് കൂടുന്ന ഹോക്കി കളിക്കാനാണ്. അപ്പോൾ റെഗുലർലി എന്നുള്ളതാണ് ഇവിടുത്തെ ക്രിയാവിശേഷം. ഐ ഓൾവേസ് കംപ്ലീറ്റ് മൈ ഹോംവർക്ക്. ഓൾവേസ് ആണ് ഇവിടുത്തെ ക്രിയാവിശേഷണം അല്ലെ അഡ്വർബ്. ഐ ഓൾവേസ് കംപ്ലീറ്റ് മൈ ഹോംവർക്ക്. ഞാൻ എല്ലായ്പ്പോഴും, ഓൾവേസ് എല്ലായ്പ്പോഴും, കംപ്ലീറ്റ് മൈ ഹോംവർക്ക്, എൻ്റെ ഹോംവർക്ക് ചെയ്ത് തീർക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ അഡ്വർബ് എന്ന് പറയുന്നത് അല്ലെ ക്രിയാവിശേഷണം എന്ന് പറയുന്നത് ഓൾവേസ് ആണ്. അപ്പോൾ ഓൾവേസ് ആണ് കോളത്തിൽ എഴുതേണ്ടത്. അടുത്തത് യെസ്റ്റർഡേ ഐ എയ്റ്റ് ആൻ ഐസ്ക്രീം ആഫ്റ്റർ ലഞ്ച്. യെസ്റ്റർഡേ ഐ എയ്റ്റ് ആൻ ഐസ്ക്രീം ആഫ്റ്റർ ലഞ്ച്. ലഞ്ചിന് ശേഷം ഞാൻ ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ യെസ്റ്റർഡേ ആണ് അവിടുത്തെ ക്രിയാവിശേഷണം. യെസ്റ്റർഡേ ഇന്നലെ, ടൈമിനെ കാണിക്കുന്നതാണ്. ഇറ്റ് ഡിനോട്ട്സ് ടൈം, സമയത്തെ കാണിക്കുന്നതാണ്. അത് ക്രിയാവിശേഷണമാണ് യെസ്റ്റർഡേ എന്നുള്ള. അപ്പോൾ യെസ്റ്റർഡേ ആണ് എഴുതേണ്ടത്. അടുത്തത് മോണിക്ക നെവർ ഈറ്റ്സ് ജങ്ക് ഫുഡ്സ്. മോണിക്ക നെവർ ഈറ്റ്സ്. അപ്പോൾ നെവറാണ്. മോണിക്ക ജങ്ക് ഫുഡ് കഴിക്കാറേ ഇല്ല. ഷീ നെവർ ഈറ്റ്സ്. നെവർ ആണ് അഡ്വർബ്. അടുത്ത സെൻറ്റൻസ്. Now they are going to sing their favorite song. Now they are going to sing their favorite song. അപ്പോൾ നൗ ആണ് അവിടുത്തെ ക്രിയാവിശേഷണം. Now they are going to sing their favorite song. ഇപ്പോൾ അവരുടെ പ്രിയമുള്ള ഇഷ്ടപ്പെട്ട പാട്ട് പാടാൻ പോവുകയാണ്. നൗ. എപ്പോഴാണത്? നൗ. അപ്പോൾ നൗ എന്നുള്ള, ഇപ്പോൾ എന്നുള്ളതാണ് അവിടെ സമയത്തെ കുറിക്കുന്നതാണ്. സോ നൗ ഈസ് ദ അഡ്വർബ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ അഡ്വർബ് എല്ലാം അതാത് കോളത്തിൽ കൃത്യമായി താഴേക്ക് എഴുതണം. എഴുതിയാൽ മാത്രം പോരെ, പഠിക്കണം. അപ്പോൾ നിങ്ങൾ കേട്ട ഈ ക്ലാസ്
നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാനുള്ളത്.